അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം വിചാരിച്ചാൽ ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഷഹബാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് അല്ലേ. പുണ്യമായ ബഹറാത്ത് രാവിലൂടെ അതിമഹത്വമേറിയ രാവാണ് ഇത്. അപ്പോൾ ഒരുപാട് ദുആകളും ദിക്റുകളും ചൊല്ലേണ്ട ഒരു രാവാണ് ഇത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന, ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിനമാണ്. സൽക്കർമ്മം പടച്ച റബ്ബിനോട് ഒരുപാട് പടച്ച റബ്ബിൻ്റെ മേലിൽ നമുക്ക് ഒരുപാട് സൽക്കർമ്മം ചെയ്യാനും അതുപോലെ നമുക്ക് ചെയ്യാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സ്വലാത്തെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും കേട്ടിട്ടുണ്ടാവില്ല, ചൊല്ലിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു സ്വലാത്താണ്. പക്ഷേ ആ ഒരു സ്വലാത്ത് അതിമഹത്വമേറിയ സ്വലാത്താണ്. നമുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് ചൊല്ലാൻ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സ്വലാത്താണ്. അത് നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഇന്ന് ബറാത്ത് രാവിൻ്റെ പുണ്യം കൊണ്ട് നിങ്ങൾ ചൊല്ലേണ്ടത് വെറും 3 തവണയാണ്. അപ്പോൾ ആ ഒരു തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നിക്ക് എഴുതിയെടുക്കുവോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുവോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് റെക്കോർഡാക്കിയിട്ട് അത് കേട്ടിട്ടെങ്കിൽ ചൊല്ലാൻ ശ്രമിക്കുക. അറബി അറിയാത്തവരാണെങ്കിൽ, എല്ലാവരും അറബി അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു സ്വഹാബി ഒരു ഗ്രാമത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു സ്വഹാബി, ആ സ്വഹാബി തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. അപ്പോൾ അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അത് നീ ചൊല്ലിക്കോ, എൻ്റെ കൂടെ നാളെ മഹ്ശറിൽ സ്വർഗ്ഗത്തിൽ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു സ്വലാത്താണ്. അപ്പോൾ അദ്ദേഹം 10 തവണ, ഒരു ദിവസം 10 തവണ ചൊല്ലാറുള്ള ഒരു സ്വലാത്താണ് ഇത്. ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം എന്ന് പറയട്ടെ, നമ്മുടെ ലോകത്ത് ഏതൊക്കെ മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ മനുഷ്യന്മാരുടെയൊക്കെ, അപ്പോൾ അവ ചെല്ലുന്നവരുടെയൊക്കെ പ്രതിഫലം കൊണ്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയുടെ പദവി ഉയർത്തി കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലുന്നവനെ ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ പദവി ഉയർത്തപ്പെടും, നമ്മളെ ദർജ ഉയർത്തപ്പെടും, നമ്മൾ പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പം ആ ഒരു സ്വലാത്ത് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യ ഹദദ മൻ സ്വല്ല അലൈഹി മിൻ ഹൽഖിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യ കമാ യൻബഗി ലനാ അൻ നുസല്ലിയ അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയ്യ കമാ അമർതന അൻ നുസല്ലിയ അലൈഹി. അപ്പോൾ ഇത്രയും ഞാൻ സ്ലോയിലായിട്ട് ചൊല്ലിയതെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് ചൊല്ലുന്നവർക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമ്മൾ ഈ ബറാത്ത് രാവിൽ 3 തവണ ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും ചൊല്ലാം, പക്ഷേ 3 തവണ ചൊല്ലിയാൽ അതിമഹത്വമാണ്. അതിൻ്റെ കൂടുതൽ ചൊല്ലുന്നത് അതിൻ്റെ ഏറെ പ്രതിഫലമുണ്ട്. അപ്പോൾ ചൊല്ലാൻ കഴിയുന്നവർ അത്രയും അധികരിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണെന്ന് അറിയണ്ടേ, അർത്ഥം കൂടി പറഞ്ഞുതരാം. അല്ലാഹുവേ, നബിക്ക് ഗുണവും സമാധാനവും നൽകണമേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തു ഹബീബിൻ്റെ സ്വലാത്ത് ചൊല്ലുന്ന ഏതൊക്കെ മനുഷ്യരുണ്ട് അവരുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല നബിക്ക് അവിടുത്തെ കുടുംബത്തിന് നീ ഗുണവും രക്ഷയും നൽകണമേ അല്ലാ. ഞങ്ങളുടെ നേതാവായ മുത്തു നബിക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. ഞങ്ങൾ എങ്ങനെയാണോ നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ഗുണവും രക്ഷയും നൽകണമേ. അല്ലാഹുവേ, നീ എങ്ങനെയാണോ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചത് അതുപോലെ ഗുണവും രക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകണമേ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സ്വലാത്ത് എന്നല്ല, ഏത് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെയും നമുക്ക് സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മളൊരു സ്വഭാവം നന്നാക്കാൻ, നമ്മളൊന്ന് നന്നാവാൻ വേണ്ടിയും ഈ സ്വലാത്ത് ഏറെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളൊന്ന് തികഞ്ഞ മനുഷ്യനാവാൻ സ്വലാത്ത് മതി. സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. അപ്പോൾ ആരും മറക്കണ്ട, ഈ ഷഹബാനിലും റമളാനിലും ഒക്കെ സ്വലാത്ത് അധികരിപ്പിച്ച് കൊണ്ടുപോവുക ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ഹൈറായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ, ആമീൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.